രണ്ട് പ്രഭാഷണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മുടെ ചർച്ചയുടെ അവസരമാണ്. ഈ വിഷയത്തിൽ ഇവിടെ പരാമർശിച്ച വിഷയങ്ങളെ പറ്റിയും ഈ വിഷയത്തോടുള്ള അംഗങ്ങളുടെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള അവസരമാണ്. ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. വളരെ ചുരുക്കി സമയം ചെയ്യാനായി 6 മണിക്ക് മുമ്പായിട്ട് അവസാനിപ്പിക്കണം. വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിലേക്കൊന്നും കടക്കുന്നില്ല. പഞ്ചായത്ത് താമസം. ഞാൻ നേത്രാവതിയാണ്. പ്രകൃതിയോടെ ജീവിക്കുന്ന ഒരാളാണ്. അത് നമുക്ക് പ്രകൃതിയോടെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കാരണം അപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ ചോദിക്കട്ടെ. ഇത് പറയാതെ ഈ ഭൂരിപക്ഷം ഈ പ്രശ്നത്തിന് നമ്മളൊക്കെ ഉത്തരവാദിയാണ്. ഈ പ്രശ്നത്തിന് എല്ലാ ആൾക്കാരും ഉത്തരവാദിയാണ്. ആ ഉത്തരവാദിത്തത്തിന് നമ്മൾ ഒഴിവാക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഒരാളെ വചനം പറഞ്ഞിട്ട് കടയും നാശം ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഈ മലകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ മലകളെ ഇറക്കുമ്പോഴേ അപ്പോൾ ഈ ഇറക്കും അതിൻ്റെ ഞാൻ പ്രത്യേകതയുണ്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ ജിയോളജിസ്റ്റാണ് ഇവരൊന്നും ശരിയായ ഉത്തരം അറിയുന്നില്ല. നമ്മൾ ഈ പറയുന്ന ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് തന്നെ കാരണം അതിന് പരിഹാര മാർഗങ്ങൾ ആരും പറയുന്നില്ല. പരിഹാര മാർഗങ്ങൾ എന്താണ്? ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഇത് മനസ്സിലാക്കി പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മുടെ ഭക്ഷണമാണ് നമുക്കുള്ള രോഗങ്ങളിലാണ് കാരണം എന്ന മാതിരി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിന് കാരണമാണ്. അപ്പോൾ ഇവിടെ മൈക്ക് വെച്ചപ്പോൾ വേണ്ടിക്കണ്ട് എനിക്ക് ശ്വാസം ഇല്ല. കാരണം എന്താ? നമുക്ക് പ്രതിരോധം രക്ഷപ്പെട്ടില്ല. നമ്മുടെ ഭക്ഷണ രീതിയിലെ മാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യം പറയാനില്ല, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ കേരളം ഭൂമിയിലേക്ക് വിരന്ന് കൂടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഈ ഭരണകൂടങ്ങളാണെങ്കിൽ അവർ 7 വർഷമാണെങ്കിലും അത് നല്ല ആൾക്കാരുണ്ട്. അവരൊക്കെ കമ്മീഷൻ വെച്ചുകൊണ്ടാണ് ഈ ഭരണകൂടം നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആൾക്കാരെ ആണ് ഈ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇവർ പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലൊരു ഒരു സമൂഹം വളർന്നു കിടക്കണം. ഇപ്പോൾ ഡൽഹിയിൽ വിദ്യാർത്ഥികൾ ഇറങ്ങിയപ്പോൾ കണ്ടെത്തുന്ന പ്രശ്നം മനസ്സിലായില്ലേ? അതിൻ്റെ കാരണം എന്താ? അപ്പം നമ്മൾക്കുള്ള ദോഷങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ഇതിൽ കൂടി എല്ലാ ആൾക്കാരും ഓരോരാളും പങ്കെടുക്കുന്ന ഇത് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞില്ല. അവിടെ എല്ലാവരും ഫോളോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാര്യമുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ നമ്മളൊന്ന് പറയാം. ഒരാൾ കേട്ടില്ല കന്നഡമൊക്കെ ഒന്നുമില്ല. നമ്മൾക്ക് ഭക്ഷണത്തിൽ കിട്ടില്ല. അതുകൊണ്ടാണ് കടയാറ്റല്ലേ. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി മാറി. മാംസാഹാരം കൂടുതൽ കഴിച്ച രോഗങ്ങളുണ്ടായി. അപ്പോൾ ഇതിന് ഹോസ്പിറ്റലുണ്ട്. അമേരിക്കയിൽ ഡൽഹിയിലാണ് ഇന്ത്യയിലാണ്. കാരണം വലിയൊരു ഹോസ്പിറ്റൽ ഒരാൾ കാരണം അത് കാരണങ്ങൾ എന്താ? നമ്മളതിൻ്റെ രൂപത്തിലല്ല നമ്മുടെ ഭക്ഷണ രീതി. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഈ പ്രകൃതി പഠനം ആവശ്യം പഠിക്കുന്നുണ്ട്. ഈ കമ്പനിയും പോലെ കാരണം നമ്മൾ കുറ്റം പറയല്ല. അത് നമ്മൾ ചെയ്യുക. അതനുസരിച്ച് ചെയ്യാൻ പരിഹാര മാർഗം കാണും. കാരണം പറഞ്ഞാൽ കാരണം പരിഹാര മാർഗം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളില്ല. അപ്പോൾ ഇതിങ്ങനെ വളരെ പ്രശ്നവും കാര്യങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല. ഇത്രയും കൂടുതൽ പറയാൻ ഞാൻ പറയുന്നില്ല. നന്ദി, നമസ്കാരം.